ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 22-ന്റെ 6 മുതൽ 12 വരെ. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്തത് ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്. ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. യോഹന്നാനിൽ കൂടി നൽകപ്പെടുന്ന ഈ ദർശനത്തിൻ്റെ വിശ്വാസ്യതയെ സ്ഥിരീകരിക്കുന്നതാണ് ഈ ഒരു ഉപസംഹാര ഭാഗം. ഭാവി കാലത്തെ വർത്തമാനകാലവുമായി, പ്രത്യാശയെ വർത്തമാനകാലത്തിലെ പ്രായോഗികതയുമായി യോഹന്നാൻ ബന്ധപ്പെടുത്തുന്നുണ്ട്. ആദിയെയും അന്ത്യത്തെയും, വരാനുള്ള പുതുസൃഷ്ടിയെയും വർത്തമാനകാല ജീവിതത്തെയും ബന്ധിക്കുന്നത് പ്രഭാത നക്ഷത്രമായ യേശുവാണ് എന്ന് യോഹന്നാൻ പ്രത്യേകം തൻ്റെ ദർശനത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നു. യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന വാക്കുകൾ വിശ്വാസ്യവും വിശ്വസ്തവും സത്യസന്ധവുമാണ്. കാരണം വിശ്വസ്തനും സത്യവാനും ആയവനിൽ നിന്നുള്ളതും അവനെക്കുറിച്ചുള്ളതും ആണ് ആ വാക്കുകൾ. ഈ സ്ഥിരീകരണം പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള ദർശനത്തിന് മുൻപ് ദൈവവചനം എന്ന വെള്ള കുതിരമേൽ ഇരുന്നവനെ കുറിച്ചുള്ള ദർശനവുമായുള്ള ഒരു ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ്. യോഹന്നാനെ നയിക്കുന്ന ദൂതനെ ആരാധിക്കുന്നതിൽ നിന്ന് യോഹന്നാനെ തടസ്സപ്പെടുത്തുന്ന ഒരു രംഗവും നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവവചനം ഭാവിയുടെ കാര്യം മാത്രമല്ല, വിമർശനത്തിൻ്റെ വാളും പ്രത്യാശയുടെ ഉറവിടവുമായി അത് ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോകുന്നു. പ്രവചനത്തിൻ്റെ വാക്കുകൾക്ക് മുദ്ര വയ്ക്കരുത്. ദാനിയേലിനോട് പറഞ്ഞിരിക്കുന്നു 8:26, അതുപോലെ തന്നെ 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും. കാലം അടുത്തിരിക്കിയാൽ പ്രവചനത്തിൻ്റെ നടത്തിപ്പ് ഇന്ന് ആവശ്യമാണ്. അത് അടച്ചുപൂട്ടി വയ്ക്കേണ്ടതില്ല. ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ജനങ്ങൾ അവരുടെ വർത്തമാനകാല പ്രവൃത്തികളിൽ തുടരണമോ, അതോ അവർ ജീവൻ്റെ ഭാഗമായി തീരണമോ, അതോ മൃഗത്തിൻ്റെ അനുഗാമികളോടൊപ്പം പുറത്ത് അടയ്ക്കപ്പെട്ട് ഭാവിയിൽ നിന്ന് ഒഴിവാക്കപ്പെടണമോ? ഇത് ചിന്തിക്കാനുള്ള മുന്നറിയിപ്പ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനം
പ്രത്യേകിച്ച് ഈ ദർശനാത്മകമായ പ്രവചനം വായിച്ച് ഗ്രഹിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തമായ പ്രേരണ വായനക്കാർക്ക് യോഹന്നാൻ നൽകുന്നു. ഞാൻ വേഗം വരുന്നു എന്ന് 3 പ്രാവശ്യം പറയുന്നവൻ പ്രവചന വാക്കുകളിലൂടെ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളവനാണ്. എവിടെയോ ദൂരത്ത് മാറിയിരുന്ന് ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ വന്നേക്കും എന്ന് പറയുന്നത് പോലെയല്ല. അപ്പോൾ വർത്തമാനകാല ജീവിത അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് വേഗം വരും എന്ന് പറയുന്നത്. അവൻ ആദിയും അന്തവും ആയവൻ്റെ പ്രതിനിധിയായി മനുഷ്യചരിത്രത്തിൻ്റെ നടുവിൽ ആദിയും അന്തവുമായി നിൽക്കുന്നു, അതായത് അൽഫയും ഒമേഗയും. അവൻ സ്വയം യേശുവായി വെളിപ്പെടുത്തുന്നു. യേശു എന്ന ഞാൻ സഭകൾക്ക് സാക്ഷ്യവുമായി എൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ദൈവം പ്രവാചകരെ കൊണ്ട് മുൻപ് അറിയിച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ അയച്ചിരുന്നത് പോലെ, മശിഹ രാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഒരു പിടി മൂല്യങ്ങളുടെയോ നീതിയുടെയോ സമാധാനത്തിൻ്റെയോ കാര്യം എന്നതിൽ ഉപരി യേശു കർത്താവ് എന്ന നിങ്ങൾ അറിയുന്ന ഒരാളിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയിർത്തെഴുന്നേൽപ്പിലും മൂർത്തിഭാവം പൂണ്ടു കഴിഞ്ഞു. അവൻ്റെ നാമം അപൂർവമായേ ഉപയോഗിച്ചിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ അത് പല പ്രാവശ്യം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ദാവീദിൻ്റെ സന്തതി മാത്രമല്ല, വേരുമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നു. ഞാൻ ശോഭയുള്ള പ്രഭാത നക്ഷത്രമാണ്. എന്നിൽ നിങ്ങൾക്ക് രാത്രി കഴിവാറായി. പ്രഭാതം സമീപിച്ചിരിക്കുന്നു എന്ന ഉറപ്പുണ്ട്. അത് രാത്രിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നു. നിങ്ങൾ ഇനി മേലാൽ നിരാശയിലല്ല, പകരം വളരെ ശക്തമായ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ ക്ഷണിക്കുന്നു, വരുവീൻ, ദാഹിക്കുന്നവർ വരട്ടെ, ആത്മാവ് വരട്ടെ, കർത്താവ് വരട്ടെ. സഭയുടെ അർപ്പണ പ്രാർത്ഥനയാണ് അത്. മാറാനാഥ, കർത്താവായ യേശുവേ വരണമേ. സ്നേഹത്തിൻ്റെ പ്രതീക്ഷയിൽ സഭ വിശുദ്ധ തിരുവത്താഴം പങ്കുവയ്ക്കുന്നതിലൂടെ ഭാവിയിലേക്ക് കൈ നീട്ടുകയാണ്. വളരെയധികം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരു സമൂഹം ഏറ്റുപാടുന്ന ഗീതം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കുകൾ മാറാനാഥ എന്നുള്ളതായിരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പീഡനകാലത്ത് സഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവായിരുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ നൽകുന്ന ദർശനം പ്രായോഗിക അനുഭവത്തിൽ നിന്നുകൊണ്ട് ഭാവി പ്രത്യാശയെ ഇന്നത്തെ അനുഭവമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. ഇതിലെ ഓരോ വാക്കും ശക്തമായ പ്രേരണ നമുക്ക് നൽകുന്നു. കർത്താവിനോടുള്ള നിരന്തര ബന്ധത്തിൽ ജീവിപ്പാൻ, ദൈവവചനത്തോടുള്ള ആഭിമുഖ്യത്തിൽ ജീവിപ്പാൻ നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ തുടർന്നും വഴി നടത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. സാധ്യതകളുടെയും പ്രതീക്ഷകളുടെയും പുതിയൊരു പ്രഭാതത്തിൽ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവം തമ്പുരാൻ്റെ കരുതൽ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, മറ്റ് ജീവിത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മുൻപിൽ കർത്താവ് വഴിയായും വാതിലായും കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ച് പിന്നിട്ട വഴിത്താരകളെ നന്ദിയോടെ ഓർത്ത് പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. മറ്റ് ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിക്കുന്നവരും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സമാധാനദായകനായും ആശ്വാസദായകനായും രക്ഷകനായും കൂടെയുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.